ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ജാനുവരി 9 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സത്യ നടേല അൺവെയിൽസ് മൈക്രോസോഫ്റ്റ്സ് ലാർജസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ, $3 billion ഫോർ AI ആൻഡ് സ്കില്ലിംഗ്. അപ്പോൾ സത്യ നടേല ലാർജസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ അൺവെയിൽ ചെയ്തിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ ലാർജസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അൺവെയിൽ ചെയ്തിരിക്കുകയാണ്. $3 billion ആണ് AI ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് സ്കില്ലിങ്ങിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഇൻ എ മൂവ് ടു ഡീപ്പൻ ഇറ്റ്സ് പ്രസൻസ് ഇൻ ഇന്ത്യ, മൈക്രോസോഫ്റ്റ് ചെയർമാൻ ആൻഡ് CEO സത്യ നടേല അനൗൺസ്ഡ് എ $3 billion ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ക്ലൗഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് infrastructure and skilling initiatives over the next 2 years. The announcement made during the Microsoft AI tour in Bengaluru underscores the tech giant's commitment to bolstering India's digital economy and aligns with Prime Minister Narendra Modi's vision of a developed nation, Vikasit Bharat by 2047. അപ്പോൾ ഇത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഒരു ഡെവലപ്ഡ് നേഷൻ, ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷൻ ബൈ 2047 ആകുമ്പോഴേക്കും ആക്കണമെന്നുള്ള ഉദ്ദേശത്തെയും കൂടി ഒന്നും കൂടി ഹെൽപ്പ് ചെയ്യും, ബോൾസ്റ്റർ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഈ ഒരു പേജിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. IREDA, അതായത് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി achieves excellent rating for 4th consecutive year in MOU Memorandum of Understanding performance. അപ്പോൾ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി എക്സലൻറ്റ് റേറ്റിംഗ് നേടിയിരിക്കുകയാണ് MOU പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. 4th consecutive ഇയറിലാണ് ഇത്, അതായത് തുടർച്ചയായിട്ട് 4ാമത്തെ വർഷമാണിത് IREDA അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ് IREDA ഹാസ് അച്ചീവ്ഡ് എക്സലൻറ്റ് റേറ്റിംഗ് ഫോർ ദ പെർഫോമൻസ് MOU signed with the Ministry of New and Renewable Energy for the year 2023-24 with a score of 98.24, rounded off to 98 ആണ് സ്കോർ ചെയ്തിട്ടുള്ളത്. This marks the 4th consecutive year that IREDA has received excellent rating. അപ്പോൾ IREDA എക്സലൻറ്റ് റേറ്റിംഗ് നേടുന്ന തുടർച്ചയായിട്ടുള്ള 4ാമത്തെ വർഷമാണ് ഇത്. ഷോക്കേസിംഗ് ഇറ്റ്സ് അൺവേവറിംഗ് കമ്മിറ്റ്മെൻറ്റ് ടു ഓപ്പറേഷണൽ എക്സലൻസ് ആൻഡ് ഹയസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. PLI സ്കീം 1.1 launched by Union Steel and Heavy Industries Minister ശ്രീ HD കുമാരസ്വാമി. അപ്പോൾ PLI സ്കീം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. PLI സ്കീം 1.1 യൂണിയൻ സ്റ്റീൽ ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ HD കുമാരസ്വാമിയാണത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. യൂണിയൻ Minister of Steel and Heavy Industries Shri HD Kumaraswamy launched the second round of PLI scheme for specialty steel, termed as a PLI scheme 1.1 on January 6, 2025 in the presence of senior officials from the ministry and captains from the industry at വിഗ്യാൻ ഭവൻ ന്യൂഡൽഹി. അപ്പോൾ അത് 6th ജാനുവരിയിലാണത് ലോഞ്ച് ചെയ്തത്, ആ സ്കീം ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതിൽ പ്രസൻ്റ് ആയിട്ടുണ്ടായിരുന്നത് HD കുമാരസ്വാമിയാണ് അത് ലോഞ്ച് ചെയ്തത്. സീനിയർ ഒഫീഷ്യൽസ് ഫ്രം ദ മിനിസ്ട്രി ഉണ്ടായിരുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതേപോലെ ക്യാപ്റ്റൻസ് ഫ്രം ഇൻഡസ്ട്രീസും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വിഗ്യാൻ ഭവൻ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് അത് നടന്നത്. PLI സ്കീം 1.1 കവേഴ്സ് 5 പ്രോഡക്റ്റ് കാറ്റഗറീസ് ഇൻ ലൈൻ വിത്ത് എക്സിസ്റ്റിംഗ് PLI സ്കീം. അപ്പോൾ PLI സ്കീം 1.1 കവർ ചെയ്യുന്നത് 5 പ്രോഡക്റ്റ് കാറ്റഗറീസ് ഇൻ ലൈൻ വിത്ത് എക്സിസ്റ്റിംഗ് PLI സ്കീമിൻ്റെ കൂടെ 5 പ്രോഡക്റ്റ് കാറ്റഗറീസ് ആണത് കവർ ചെയ്യുന്നത്. നെയിംലി കോട്ടഡ് ഓർ പ്ലേറ്റഡ് സ്റ്റീൽ പ്രോഡക്ട്സ്. അപ്പോൾ അതിൻ്റെ പേരുകളാണ് കോട്ടഡ് ഓർ പ്ലേറ്റഡ് സ്റ്റീൽ പ്രോഡക്ട്സ്, പിന്നെ ഹൈ സ്ട്രെങ്ത് ഓർ വെയർ റെസിസ്റ്റൻറ്റ് സ്റ്റീല്, പിന്നെ സ്പെഷ്യാലിറ്റി റെയിൽസ്, പിന്നെ അലോയ് സ്റ്റീൽ പ്രോഡക്ട്സ് ആൻഡ് സ്റ്റീൽ വയേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽ സ്റ്റീൽ. ഇതൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാറ്റഗറീസ്. These products have a wide range of application from white goods to transformers to automobiles and other niche sectors. അപ്പോൾ ഒരുപാട് യൂസ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ ഇതുകൊണ്ടുണ്ട്, ഈ സ്റ്റീൽ പ്രോഡക്ട്സ് കൊണ്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വൈറ്റ് ഗുഡ്സ് തൊട്ടിട്ട് ട്രാൻസ്ഫോമേഴ്സ് ടു ഓട്ടോമൊബൈൽസ് എല്ലാറ്റിലും അത് യൂസ് ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
പിന്നെ ദ സ്കീം വിൽ ഓപ്പറേറ്റ് വിത്തിൻ ദ ഫണ്ട്സ് ഒറിജിനലി അലോക്കേറ്റഡ് ഫോർ ദ സ്കീം, ദാറ്റ് ഈസ് 6,322 crore rupees. അപ്പോൾ ഈ സ്കീം ഓപ്പറേറ്റ് ചെയ്യുക ഫണ്ട്സ് ഒറിജിനലി അലോക്കേറ്റ് ചെയ്ത പ്രകാരമാണ് 6,322 കോടി രൂപ. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. വി നാരായണൻ ടേക്സ് ഓവർ ആസ് ISRO ചീഫ് ആൻഡ് സ്പേസ് സെക്രട്ടറി. അപ്പോൾ വി നാരായണൻ ISRO ചീഫ് ആൻഡ് സ്പേസ് സെക്രട്ടറി ആയിട്ട് സ്ഥാനമേറ്റെടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ദ സെൻറ്റർ ഹാസ് അപ്പോയിൻറ്റഡ് വി നാരായണൻ ആസ് ദ ന്യൂ ചെയർമാൻ ഓഫ് ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആൻഡ് സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്. Mr. Narayanan will take over from S. Somanath, the current head of organization, on January 14th. The Appointments Committee of the Cabinet said Mr. Narayanan, who is the head of the Liquid Propulsion System Center, Valaimala, will have a tenure of 2 years. അപ്പോൾ വി നാരായണൻ്റെ ടെന്യൂർ 2 years ആയിരിക്കും. മിസ്റ്റർ നാരായണൻ, who will also be the chairman of the Space Commission, played a key role in India's development of a cryogenic engine, a technology that was denied to the country. അപ്പോൾ ഈ നാരായണൻ എന്ന് പറയുന്ന ഈ പുതിയ ISRO ചീഫ് ആൻഡ് സ്പേസ് സെക്രട്ടറി ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് ഓഫ് എ ക്രയോജനിക് എൻജിൻ ഡെവലപ്മെൻറ്റിലെ കീ റോൾ, ഒരു പ്രമുഖമായ ഒരു നല്ലൊരു സ്ഥാനം വഹിച്ചിട്ടുണ്ടായിരുന്നു. എ ടെക്നോളജി ദാറ്റ് വാസ് ഡിനൈഡ് ഇൻ ദ കൺട്രി, നമ്മുടെ രാജ്യത്ത് ഡിനൈ ചെയ്തു ആ ടെക്നോളജി. മിസ്റ്റർ നാരായണൻ ഈസ് എ ഡിസ്റ്റിങ്വിഷ്ഡ് സയൻറ്റിസ്റ്റ്, അപ്പെക്സ് സ്കെയിൽ ആൻഡ് സീനിയർ മോസ്റ്റ് ഡയറക്ടർ ഓഫ് ISROൻ്റെ സീനിയർ മോസ്റ്റ് ഡയറക്ടറുമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റ് ബഹാദൂർ സിംഗ് സാഗു എലക്റ്റഡ് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ്. അപ്പോൾ ഏഷ്യൻ ഗെയിംസിലെ ഗോൾഡ് മെഡലിസ്റ്റായ ബഹാദൂർ സിംഗ് സാഗു അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് എലക്റ്റ് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഏഷ്യൻ ഗോൾഡ് മെഡലിസ്റ്റ്, ഷോട്ട് പുട്ടർ ആൻഡ് പത്മശ്രീ ബഹാദൂർ സിംഗ് സാഗു was elected as the new president of Athletics Federation of India on the opening day of its 2-day annual general meeting in Chandigarh, even as outgoing president Adile Sumariwala announced new events and future plans for the federation. അപ്പോൾ ഈ ബഹാദൂർ സിംഗ് സാഗു ഇപ്പോൾ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് എലക്ട് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റ്, 2002 ഗോൾഡ് മെഡൽ നേടിയത്. ബഹാദൂർ, ഹു വൺ ഗോൾഡ് അറ്റ് 2002 ഏഷ്യാഡ്, വാസ് elected unanimously to replace Sumariwala, who stepped down after 3 consecutive terms. 3 consecutive termസിൽ പ്രസിഡന്റ് ആയിരുന്നു ഈ സുമാരിവാല. അതിനുശേഷം ഇപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. എന്നിട്ട് പുതിയ ആൾ, അതായത് ബഹാദൂർ സിംഗ് സാഗുവിനെ, ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റായ ബഹാദൂർ സിംഗ് സാഗുവിനെ പ്രസിഡന്റ് ഓഫ് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗവൺമെൻറ് സീസ് ഇന്ത്യാസ് GDP ഗ്രോത്ത് ഹിറ്റിംഗ് എ 4-year ലോ ഓഫ് 6.4% ഇൻ ഫിനാൻഷ്യൽ ഇയർ 25. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് സീസ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഹിറ്റിംഗ് 4-year ലോ, കഴിഞ്ഞ 4 വർഷത്തിലത്തെ ഏറ്റവും ലോവസ്റ്റ് ഹിറ്റ് ചെയ്യുന്ന ഒരു വർഷം ഫിനാൻഷ്യൽ ഇയർ 25 ആവാൻ പോവുകയാണ്. സോ 6.4% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഇന്ത്യാസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഈസ് പ്രൊജക്റ്റഡ് ടു ഗ്രോ അറ്റ് 6.4% ഇൻ ദ ഫിസ്ക്കൽ ഇയർ 2024-25, മാർക്കിംഗ് എ 4-year ലോ ആൻഡ് എ ഷാർപ്പ് ഡിക്ലൈൻ ഫ്രം 8.2% ഗ്രോത്ത് recorded in financial year 24, according to the first advance estimates released by the government. അപ്പോൾ ഫസ്റ്റ് എസ്റ്റിമേറ്റ് റിലീസ് ചെയ്തു. അതിൽ 6.4% ആണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അത് 1.8% കുറവാണ്. അതായത് 8.2% ആണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷത്തെ ഗ്രോത്ത് 2024 ഫിനാൻഷ്യൽ ഇയർ 24-ൽ. ഈ വർഷം അത് 6.4% ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ പ്രൊജക്ഷൻ ഈസ് ലോവർ ദാൻ ദ റീസെൻറ്റ് റിസർവ് ബാങ്ക് എസ്റ്റിമേറ്റ് ഓഫ് 6.6% ഫോർ ദ കറണ്ട് ഫിസ്ക്കൽ ഇയർ എൻഡിങ് മാർച്ച് 2025. അപ്പോൾ ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് എസ്റ്റിമേറ്റ് ചെയ്ത 6.6%-നേക്കാട്ടിലും കുറവാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
releasing the first advance estimates of national income 2024-25, the NSO, National Statistical Office, said real GDP has been estimated to grow by 6.4% in financial year 24-25 as compared to the growth rate of 8.2% in provisional estimate of GDP for financial year 23-24. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് 2023-24 പീരീഡിൽ ഉണ്ടായിരുന്ന 8.2% ആണ്. അത് അതിനെക്കാട്ടിലും കുറവാണ്, 6.4% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയുന്നത് ദ ഡാറ്റ ഓൾസോ റിവീൽഡ് ദാറ്റ് റിയൽ ഗ്രോസ് വാല്യൂ ആഡഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു എക്സ്പാൻഡ് ബൈ 6.4% ഇൻ ഫിനാൻഷ്യൽ ഇയർ 25 ഡൗൺ ഫ്രം 7.2% ഇൻ ഫിനാൻഷ്യൽ ഇയർ 24. അപ്പോൾ ഈ വർഷം വരാൻ പോകുന്ന ഗ്രോസ് വാല്യൂ ആഡഡും എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്ന 6.4% ആയിരിക്കും. അത് 7.2% ആണ് എക്സ്പാൻഡ് ചെയ്തിരുന്നത് 2024 ഫിനാൻഷ്യൽ ഇയറിൽ. ഇൻ കോൺട്രാസ്റ്റ് നോമിനൽ ഗ്രോസ് വാല്യൂ ആഡഡ് ഈസ് പ്രൊജക്റ്റഡ് ടു ഗ്രോ അറ്റ് 9.3% ഇൻ ഫിനാൻഷ്യൽ ഇയർ 25, സ്ലൈറ്റ്ലി ഹയർ ദാൻ 8.5% ഇൻ ദ പ്രീവിയസ് ഇയർ. അതേപോലെ നോമിനൽ ഗ്രോസ് വാല്യൂ ആഡഡ് പ്രൊജക്റ്റ് ചെയ്യുന്നത് 9.3% ഗ്രോത്ത് ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്ലൈറ്റ്ലി ഹയർ ദാൻ 8.5% കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനെക്കാട്ടിലും 8.5% ആണ്. അതിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 9.3% ആകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയുന്നത് ദ ഫിഗേഴ്സ് പോയിന്റ് ടു എ ചാലഞ്ചിങ് എക്കണോമിക് ലാൻഡ്സ്കേപ്പ് ആസ് ദ ഗവൺമെൻറ് പ്രിപ്പയേഴ്സ് ഇറ്റ്സ് ഫിസ്ക്കൽ റോഡ് മാപ്പ് ഫോർ ഫിനാൻഷ്യൽ ഇയർ 25. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നാഡി തരംഗിണി ഫസ്റ്റ് ആയുർവേദിക് ഡയഗ്നോസ്റ്റിക് ഡിവൈസ് ഗെറ്റ്സ് CDSCO നോഡ്. അപ്പോൾ നാഡി തരംഗിണി ഫസ്റ്റ് ആയുർവേദിക് ഡയഗ്നോസ്റ്റിക് ഡിവൈസായ നാഡി തരംഗിണിക്ക് CDSCOൻ്റെ അപ്രൂവൽ കിട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. നാഡി തരംഗിണി ആൻഡ് ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് പൾസ് ഡയഗ്നോസ്റ്റിക് ടൂൾ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള പൾസ് ഡയഗ്നോസ്റ്റിക് ടൂളായ നാഡി തരംഗിണി ഹാസ് ബിക്കം ഇന്ത്യാസ് ഫസ്റ്റ് ആയുർവേദിക് മെഡിക്കൽ ഡിവൈസ് ആയിരിക്കുകയാണ്. അതായത് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ അപ്രൂവൽ കിട്ടുന്ന ഫസ്റ്റ് ഇന്ത്യൻ ഡിവൈസ് അല്ലെങ്കിൽ ആയുർവേദിക് ഡിവൈസ് ആയിരിക്കുകയാണ് നാഡി തരംഗിണി. അത് പൾസ് ചെക്ക് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. പിന്നെ ദ ഡിവൈസ് ഈസ് ദ ബ്രെയിൻ ചൈൽഡ് ഓഫ് പത്മഭൂഷൺ അവാർഡി പ്രൊഫസർ JB ജോഷി, ചാൻസലർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി. അപ്പോൾ ഇതൊരു പത്മഭൂഷൺ അവാർഡിയായ JB ജോഷിയാണിത് ഡിവൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആൻഡ് പ്രസിഡന്റ് ഓഫ് മറാത്തി വിദ്യാൻ പരിഷത്ത് കൂടിയാണ് ഇദ്ദേഹം. ഇറ്റ് ഹാസ് ബീൻ ഡെവലപ്ഡ് ബൈ ഡോക്ടർ അനിരുദ്ധ ജോഷി ഫോളോയിങ് ഓവർ 6 years ഓഫ് റിസർച്ച് ഇൻ IIT ബോംബെ. അപ്പോൾ അനിരുദ്ധ ജോഷിയാണിത് ഡെവലപ്പ് ചെയ്തത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, JB ജോഷി. പിന്നെ ദ ഡുവോ ഷെയർഡ് ഡീറ്റെയിൽസ് അബൌട്ട് ദ ഡിവൈസ് അറ്റ് എ പ്രസ് കോൺഫറൻസ് ഹെൽഡ് ഇൻ മുംബൈ. ദ പ്രൈസ് ഓഫ് നാഡി തരംഗിണി ഈസ് 55,000 rupees ആൻഡ് ഇറ്റ്സ് മാനുഫാക്ചറിംഗ് കമ്പനി ആത്രേയ ഇന്നോവേഷൻസ് ഈസ് ബേസ്ഡ് ഇൻ ഹിഞ്ചവാടി, പൂനെ. At present, the company has a capacity to manufacture 5,000 നാഡി തരംഗിണി devices per year. അപ്പോൾ ഇപ്പോൾ ആ ഒരു കമ്പനിക്ക് 55,000 ഡിവൈസസ് ഒരു വർഷം നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ കമ്പനി ഹാസ് റീസെൻ്റ്ലി റിസീവ്ഡ് സീഡ് ഫണ്ടിങ് ഓഫ് 5 crore rupees. അപ്പോൾ കമ്പനിക്ക് ഇപ്പോൾ 5 crore rupees ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ബജാജ് ബ്രോക്കിംഗ് പാർട്ട്നേഴ്സ് വിത്ത് തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് ടു ലോഞ്ച് യൂണിഫൈഡ് ബാങ്കിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസസ്. അപ്പോൾ ബജാജ് ബ്രോക്കിംഗ് പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്കായിട്ട്. എന്തിനാണ്? യൂണിഫൈഡ് ബാങ്കിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസസ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Bajaj Broking, the broking arm of Bajaj Finance Limited, has announced a strategic collaboration with the Tamil Nadu Mercantile Bank. Okay, Tamil Nadu Mercantile, just a second. Bank to offer a seamless 3-in-1 account solution integrating banking, broking and investment services. This partnership enables Tamil Nadu Mercantile Bank customers to trade online with Bajaj Broking while accessing a diverse range of investment products and services. The 3-in-1 account solution simplifies fund transfers, minimizes paperwork and offers a tech-driven interface for investing in various instruments. The initiative is designed to deliver an integrated and user-friendly platform to enhance the financial journey of the customers.
അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. പിന്നെ പറയുന്നത് മനീഷ് ജെയിനാണ് ബജാജ് ബ്രോക്കിങ്ങിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. അതേപോലെ സലി എസ് നായരാണ് തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നെയിംസ് ബൽദേവ് പ്രകാശ് ആസ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഗ്രൂപ്പ് ചീഫ് റിസ്ക് ഓഫീസർ. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബൽദേവ് പ്രകാശിനെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഗ്രൂപ്പ് ചീഫ് റിസ്ക് ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, നെയിം ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് അനൗൺസ്ഡ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ബൽദേവ് പ്രകാശ് ആസ് ഇറ്റ്സ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഗ്രൂപ്പ് ചീഫ് റിസ്ക് ഓഫീസർ. This move comes after Prakash completed his 3-year tenure as the managing director and chief executive officer of Jammu and Kashmir Bank in December. In addition, SBI has entrusted Shiva Om Dikshit with a new role as a deputy managing director, operations channel management, further strengthening its leadership. Baldev Prakash brings over 30 years of extensive banking experience across various roles in small and large SBI branches. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ബൽദേവ് പ്രകാശിനെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഗ്രൂപ്പ് ചീഫ് റിസ്ക് ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് എക്സിം ബാങ്ക് റൈസസ് $1 billion ത്രൂ ഓവർസീസ് ബോണ്ട് ഇഷ്യൂവൻസ്. അപ്പോൾ ഓവർസീസ് ബോണ്ട് ഇഷ്യൂവൻസ് വഴി എക്സിം ബാങ്ക് $1 billion റേസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. എക്സിം ബാങ്ക് ഹാസ് സക്സസ്ഫുള്ളി റേസ്ഡ് $1 billion അപ്രോക്സിമേറ്റ്ലി 8,570 crore rupees through overseas bond issuance at a highly competitive rates, marking a significant milestone for Indian issuers in global capital markets. The funds will be used to support banks' ongoing and new initiatives worldwide, according to a statement issued. അപ്പോൾ അത് ഈ ഫണ്ട് യൂസ് ചെയ്യുന്നത് ഓൺഗോയിങ് ആൻഡ് ന്യൂ ഇനീഷ്യേറ്റീവ്സ് വേൾഡ് വൈഡ് ഉള്ള ഒരുപാട് കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എക്സിം ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഹർഷ ബംഗാരി. അതേപോലെ എക്സിം ബാങ്കിൻ്റെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറാണ് ദീപാലി അഗ്രവാൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ബാങ്ക് ഓഫ് ബറോഡ എക്സ്പാൻഡ്സ് എംപ്ലോയി അസിസ്റ്റൻസ് പ്രോഗ്രാം ടു പ്രൊമോട്ട് ഇമോഷണൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ്. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ എംപ്ലോയി അസിസ്റ്റൻസ് പ്രോഗ്രാം എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ്? ഇമോഷണൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ബാങ്ക് ഓഫ് ബറോഡ, വൺ ഓഫ് ഇന്ത്യാസ് ലീഡിംഗ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്, എൻഹാൻസ്ഡ് ഇറ്റ്സ് എംപ്ലോയി അസിസ്റ്റൻസ് പ്രോഗ്രാം ടു പ്രയോറിറ്റൈസ് ദ ഇമോഷണൽ, മെൻ്റൽ ആൻഡ് സൈക്കോളജിക്കൽ വെൽബീയിങ് ഓഫ് ഇറ്റ്സ് ഓവർ 75,000 employees and their families. Partnering with the Trustworth Wellness, the bank has introduced an upgraded version of EAP, reinforcing its commitment to a supportive work environment. The initiative focuses on addressing diverse emotional wellness needs through a range of holistic and technology-driven solutions. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതേപോലെ രോഹിത് ചരണാണ് co-founder and CEO ഓഫ് ട്രസ്റ്റ്വർത്ത് വെൽനസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. എഡൽവൈസ് ഫിനാൻഷ്യൽ സർവീസസ് ലോഞ്ചസ് 2,000 million rupees public issue ഓഫ് സെക്യൂർഡ് റിഡീമബിൾ നോൺ കൺവേർട്ടിബിൾ ഡിബെഞ്ചേഴ്സ്. അപ്പോൾ എഡൽവൈസ് ഫിനാൻഷ്യൽ സർവീസസ് 2,000 million rupeesൻ്റെ പബ്ലിക് ഇഷ്യൂ ഓഫ് സെക്യൂർഡ് റിഡീമബിൾ നോൺ കൺവേർട്ടിബിൾ ഡിബെഞ്ചേഴ്സ് ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ദ എഡൽവൈസ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ഹാസ് അനൗൺസ്ഡ് ദ പബ്ലിക് ഇഷ്യൂ ഓഫ് സെക്യൂർഡ് റിഡീമബിൾ നോൺ കൺവേർട്ടിബിൾ ഡിബെഞ്ചേഴ്സ് വിത്ത് എ ടോട്ടൽ ഇഷ്യൂ സൈസ് ഓഫ് അപ് ടു ₹2,000 million. The offering includes a base issue of 1,000 million rupees and a greenshoe option to retain an additional 1,000 million rupees. The non-convertible debentures, priced at 1,000 rupees each, will be available in 12 series with tenures of 24, 36, 60 and 120 months. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത് 9.5% to 11% എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. RBI ലിഫ്റ്റ്സ് ബാൻ ഓൺ NBFCs, ആശീർവാദ് മൈക്രോ ഫിനാൻസ് ആൻഡ് DMI ഫിനാൻസ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിനു മുമ്പ് NBFCs ആയ ആശീർവാദ് മൈക്രോ ഫിനാൻസിൻ്റെയും DMI ഫിനാൻസിൻ്റെയും മേൽ കുറച്ച് ബാൻ വെച്ചിരുന്നു. അതിപ്പോൾ ലിഫ്റ്റ് ചെയ്തു, എടുത്ത് മാറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം.
The Reserve Bank of India lifted the business restrictions imposed on two non-banking financial companies, Ashirvad Microfinance Limited and DMI Finance Private Limited. The restrictions issued on October 17, 2024 barred these NBFCs from sanctioning and disbursing loans effective from the close of business on October 21st, 2024. അപ്പോൾ കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഈ ബാന് ഇട്ടത് ഈ ഒരു രണ്ട് ബാങ്കിൻ്റെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിൻ്റെ മേൽ, അതായത് ആശീർവാദ് മൈക്രോ ഫിനാൻസിൻ്റെയും DMI ഫിനാൻസിൻ്റെയും മേൽ. അതിപ്പോൾ എടുത്തു മാറ്റിയിരിക്കുകയാണ്. അത് October 21st ബാൻ വന്നത്. അത് ഇപ്പോൾ എടുത്തു മാറ്റിയിരിക്കുകയാണ്. പിന്നെ പറയുന്നത് ആശീർവാദ് മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ്, എ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റേർഡ് ഇൻ ചെന്നൈ, ആൻഡ് DMI ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ക്രെഡിറ്റ് കമ്പനി ബേസ്ഡ് ഇൻ ന്യൂഡൽഹി, ഫേസ്ഡ് ദ റെസ്ട്രിക്ഷൻസ് ഡ്യൂ ടു നോൺ കോംപ്ലയൻസ് വിത്ത് റെഗുലേറ്ററി ഗൈഡ് ലൈൻസ്. അപ്പോൾ റെഗുലേറ്ററി ഗൈഡ് ലൈൻസിൻ്റെ മേൽ വന്നിട്ടുള്ള പാളിച്ച കാരണം കൊണ്ടാണ് ഈ ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ബാന് ഇവർക്ക് വന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫോളോയിങ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യസ് ഡയറക്ഷൻ, ദ ടു കമ്പനീസ് ഇനീഷ്യേറ്റഡ് റെമഡിയൽ മെഷേഴ്സ് ആൻഡ് സബ്മിറ്റഡ് കോംപ്ലയൻസ് റിപ്പോർട്ട്സ്. അപ്പോൾ RBI ഡയറക്ഷൻസിൻ്റെ മേൽ വന്നതിന് തുടർച്ചയായിട്ട് ദ ടു കമ്പനീസ് ഇനീഷ്യേറ്റഡ് റെമഡിയൽ മെഷേഴ്സും അതേപോലെ കോംപ്ലയൻസ് റിപ്പോർട്ട്സും സബ്മിറ്റ് ചെയ്തു. അതൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ശരിയെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഈ രണ്ട് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിൻ്റെ മേൽ വന്നിട്ടുള്ള ബാന് എടുത്തു മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രി വൺ.